ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല നാടൻ കടലേൻ്റെയും പുട്ടിൻ്റെയും റെസിപ്പി ആയിട്ട് കേട്ടോ. ആർക്കാ കടലക്കറിയും പുട്ടും ഇഷ്ടമില്ലാത്തത്? അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടന്നാലോ. അതിനാവശ്യമായിട്ട് വേണ്ടത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള കടല കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകും 3 ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എരിവ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ടിടണം, എരിവ് ഉപ്പും. കാരണം നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തതിനോണ്ട് തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. മല്ലിപ്പൊടി വേണം, കാരണം കറിയിലെ മസാല എന്ന് പറയുന്നത് മെയിൻ അതാണ്. പിന്നെ നമ്മൾ മീറ്റ് മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു കറിക്കൊരു എന്താ പറയുക, ഒരു ബീഫ് കറി വെക്കുന്ന, ഒരു ചിക്കൻ കറി വെക്കുന്നൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും. അത് നല്ല ടേസ്റ്റാണ്.